വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഗൈസ്. സോ ഇതൊരു ട്രേഡ് റീക്യാപ്പാണ്. സോ ന്യൂയോർക്ക് സെഷൻ്റെ അകത്ത് ന്യൂയോർക്ക് മാക്രോയുടെ അകത്ത് ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ട്രേഡിൻ്റെ ഒരു റീക്യാപ്പാണ്. സോ സിമ്പിളായിട്ടുള്ളൊരു ട്രേഡായിരുന്നു. സോ എങ്ങനെയാണ് ആ ഒരു ട്രേഡ് കിട്ടിയിട്ടുള്ളത്, അതിൻ്റെ ആ ഒരു അനാലിസിസ് കാര്യങ്ങൾ എങ്ങനെയായിരുന്നു, ആ ഒരു കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, സോ 4 hour ടൈം ഫ്രെയിം നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും സ്ട്രക്ചർ ബുള്ളിഷ് ആണ്. ഓക്കെ, ഇവിടേക്ക് നമുക്കൊരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി, ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, നേരെ താഴെ വന്ന് ഹയറിൽ അഗെയിൻ മുകളിലോട്ട് പോയി ഹയർ ഹൈ ബ്രേക്ക് ചെയ്തു. ഓക്കെ, അഗെയിൻ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. നമ്മുടെ ഒരു റീസെൻറ്റ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹയറിൽ ആൻഡ് ഈ ഒരു ഹയർ ഹൈയുടെ ഇടയിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ റീസെൻറ്റ് റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ആ ഒരു ഇമ്പൾസ് മൂവിൻ്റെ അകത്ത് പ്രൈസ് ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ ഒരു ബുള്ളിഷ് ഫെയർ വാലി ഗ്യാപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു ബൈ സൈഡ് ഇംബാലൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ അകത്തോട്ട് പ്രൈസ് വന്നപ്പോൾ അവിടുന്ന് ഒരു റിജക്ഷൻ കിട്ടിയപ്പോൾ എടുത്തൊരു ട്രേഡായിരുന്നു ഈ ഒരു ന്യൂയോർക്ക് AM സെഷൻ്റെ അകത്തുണ്ടായിരുന്ന മാക്രോയുടെ അകത്ത് വെച്ച് കിട്ടിയിട്ടുണ്ടായിരുന്ന ഈ ഒരു ട്രേഡ്. ആൻഡ് ആ ഒരു ദിവസം തന്നെ, അതായത് ഇന്നലെ ഒരു മേജർ ന്യൂസ് റിലീസ് കൂടി ഉണ്ടായിരുന്നു. അതായത് 6 PM നമ്മുടെ CPI ആ ഒരു ഇൻഫ്ലേഷൻ റിലേറ്റഡ് ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് 15 മിനിറ്റിലോട്ട് പോയിട്ട് എങ്ങനെയാണ് അവിടെ ആ ഒരു ട്രേഡ് ഫോം ആയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 15 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താണ്, ഇവിടെ ഒരു ബിഗ് ക്യാൻഡിൽ പ്രിൻ്റ് ചെയ്തിട്ട് കാണാം. അതായത് ഇതായിരുന്നു നമ്മുടെ ആ ഒരു CPI സമയത്ത് മാർക്കറ്റിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ ഒരു ഏരിയ ആയിരുന്നു ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതുപോലെ തന്നെ CPIയുടെ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു CPIയുടെ ലോ. ഓക്കെ, സോ CPIയുടെ സമയത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ലോ. സോ നമുക്ക് എന്തായിട്ട് എടുക്കാം, അതൊരു സെൽ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് എടുക്കാം. ആൻഡ് അതുപോലെ തന്നെ ഇതായിരുന്നു CPIയുടെ ഹൈ, ഒരു ന്യൂസ് ഹൈ, CPI ഹൈ അല്ലെങ്കിൽ ബൈ സൈഡ് ലിക്വിഡിറ്റി. ഓക്കെ, ആൻഡ് ആ ഒരു സമയത്ത് CPIയുടെ സമയത്ത് തന്നെ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു നമ്മൾ ഇവിടെ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു 4 hour ബുള്ളിഷ് ഫെയർ വാലി ഗ്യാപ്പ് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ ഒരു സമയത്തായിരുന്നു നമുക്ക് CPI കഴിഞ്ഞിട്ട്. ഓക്കെ, സോ 720 to 740 അതിൻ്റെ ഇടയിലാണ് നമുക്ക് എൻട്രി കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതായത് നമ്മുടെ ന്യൂയോർക്ക് സെഷൻ്റെ അകത്ത് നോക്കുവാണെങ്കിൽ 9:50 AM to 10:10 AM എന്ന് പറയണം ആ ഒരു സമയത്ത്. ഓക്കെ, സോ ന്യൂയോർക്ക് ടൈമിലോട്ട് ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം. ആൻഡ് 1 മിനിറ്റിലോട്ട് പോയിട്ട് ആ എൻട്രി എങ്ങനെയാണ് അവിടെ ഫോം ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ആയിരുന്നു ആ ഒരു എൻട്രി ഫോം ആയിട്ടുള്ളത്, ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട്. സോ നമ്മുടെ മാക്രോയുടെ ടൈം നോക്കുവാണെങ്കിൽ 9:50 AM. ഓക്കെ, ഇതാണ് 9:50 AM. ആൻഡ് 10:10 AM വരുമ്പോൾ 10. ഓക്കെ, ഇതാണ് നമ്മുടെ 10:10 AM. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാക്രോ ടൈമിൻ്റെ കൂടെ അകത്ത് വന്നപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റി, ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റിയുടെ സ്വീപ്പ് നമുക്ക് കാണാൻ പറ്റി. ഓക്കെ, അതായത് ക്ലീൻ ആയിട്ടുള്ള ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റിയുടെ സ്വീപ്പ് നമുക്ക് കാണാൻ പറ്റി. ആൻഡ് സ്വീപ്പിന് ശേഷം അതുപോലെ തന്നെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, നമ്മുടെ 4 hourലുള്ള ബുള്ളിഷ് FVG ആയിരുന്നു. ഓക്കെ, സോ 4 hour ബൈ സൈഡ് ബാലൻസ് ആയിരുന്നു. ആൻഡ് അതിൻ്റെ അകത്തുനിന്നാണ് നമുക്ക് ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. ആൻഡ് അതുപോലെ തന്നെ ആ ലിക്വിഡിറ്റി സ്വീപ്പ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കറക്റ്റ് ആ ഒരു ന്യൂയോർക്ക് AM സെഷൻ മാക്രോയുടെ അകത്താണ്, നമുക്ക് ഫേസ്റ്റ് മാക്രോയുടെ അകത്താണ് നമുക്ക് ആ ഒരു സ്വീപ്പ് കിട്ടിയിട്ടുള്ളത്. സ്വീപ്പിന് ശേഷം പ്രൈസ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നത്, സ്വീപ്പിന് ശേഷം പ്രൈസിലൊരു ഡിസ്പ്ലേസ്മെൻറ്റ് വന്നു. ആൻഡ് ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം, ഈ ഒരു സ്ട്രോങ് സെല്ലിന് മുന്നിലുള്ള ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ. ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലിന് പ്രൈസ് എന്ത് ചെയ്തു, ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ സമയത്ത് ഇവിടെ വെച്ചിട്ട് ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, അതായത് ഇവിടെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബോഡി ക്ലോസ് കിട്ടി. ആൻഡ് ബോഡി ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറി, ഇതൊരു ബുള്ളിഷ് ബ്രേക്കറായിട്ട് മാറി. ഓക്കെ, ഇതൊരു ബുള്ളിഷ് ബ്രേക്കറായിട്ട് മാറി. ആൻഡ് ലേറ്റർ പ്രൈസ് എന്ത് ചെയ്തതാണ്, അതിൻ്റെ അകത്തോട്ട് വന്ന് കാണാം, റിട്രേസ് ചെയ്ത് വന്നു. റിട്രേസ് ചെയ്ത് വന്നതിന് ശേഷം റിജക്ഷൻ കൂടെ കാണിച്ചു. ആ ഒരു സമയത്ത് ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയയിലായിരുന്നു. ഓക്കെ, സോ ഈ ഒരു, അതായത് റിജക്ഷൻ വന്നിട്ട് ഇവിടെ ഒരു ബുള്ളിഷ് ക്ലോസ് കിട്ടിയ സമയത്ത് ഈ ഒരു ഏരിയയിലായിരുന്നു ഞാൻ എൻട്രി നോക്കിയിട്ടുണ്ടായിരുന്നു. സ്റ്റോപ്പ് ലോസ് കൈൻഡ് ഓഫ് ഈ ഒരു ഏരിയയിലായിരുന്നു. ഓക്കെ, ഒരു 11.3 പിപ്പ് 11.5 പിപ്പ് ആ രീതിയിലായിരുന്നു സ്റ്റോപ്പ് ലോസ് വന്നിട്ടുള്ളത്. ആൻഡ് ടാർഗറ്റ് വന്നിട്ട് 1:2 ആയിരുന്നു ടാർഗറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ 1:2 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 22-23 പിപ്സ് വരും. ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ടാർഗറ്റിലോട്ട് വന്നിട്ട് ടാർഗറ്റ് ടേക്ക് ഔട്ട് ചെയ്ത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ ഒരു ബ്രേക്കർ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, ആ ഒരു ബ്രേക്കറിനെ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ആ റിജക്ഷൻ കാണിച്ചതിന് ശേഷം അല്ലെങ്കിൽ അപ്സൈഡ് കാണിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തായിരുന്നു. പക്ഷേ ലേറ്റർ പ്രൈസ് എന്ത് ചെയ്യാൻ തുടങ്ങി, വൺ സൈഡിലോട്ട് പമ്പ് ചെയ്യാൻ തുടങ്ങി. ഇതായിരുന്നു നമുക്ക് ഇന്നലെ ന്യൂയോർക്ക് AM സെഷൻ്റെ അകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു മാക്രോ. ഇതിൻ്റെ കൺഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് 4 hourൽ സ്ട്രക്ചർ ബുള്ളിഷ് ആയിരുന്നു. ആൻഡ് അതുപോലെ തന്നെ 4 hourലൊരു ക്ലീൻ FVG ഇവിടെ ഫോം ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു സമയത്ത് നമ്മുടെ മാക്രോയുടെ അകത്തോട്ട് വന്നപ്പോൾ ഒരു ക്ലീൻ സെൽ സൈഡ് ലിക്വിഡിറ്റിയുടെ സ്വീപ്പ് കിട്ടി, സെൽ ഓർഡേഴ്സ് കളക്ട് ചെയ്തു.
ആൻഡ് FEG മിറ്റിഗേറ്റ് ചെയ്തു, ഡിസ്പ്ലേസ്മെൻറ്റ് വന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് വന്നപ്പോൾ ഞാൻ എൻട്രി കൺഫർമേഷൻ ആയിട്ട് നോക്കണപ്പോഴും ബ്രേക്കർ ബ്ലോക്സ് ആണ്. ഓക്കെ, മാക്രോയിലോട്ട് വരുമ്പോൾ ബ്രേക്കർ എൻട്രീസ് ആണ് ഞാൻ പ്രിഫർ ചെയ്യണത്. ആൻഡ് ഇവിടെ വെച്ചിട്ട് ബ്രേക്കർ ഫോർമേഷൻ കിട്ടി, റേറ്റഡ് പ്രൈസ് അതിൻ്റെ അകത്തോട്ട് വന്നിട്ട് സപ്പോർട്ട് എടുത്തപ്പോഴായിരുന്നു ഇവിടെ വെച്ചിട്ട് ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് 11 പിപ്സ് ആയപ്പോൾ ഞാൻ പാർഷ്യൽസും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രേഡ് ഞാൻ ലൈവായിട്ട് കമ്മ്യൂണിറ്റിയുടെ അകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇന്നലെ ഒരു 7:12 CPയുടെ ന്യൂസ് റിലീസ് ആൻഡ് പ്രൈസ് ആ ഒരു FEG മിറ്റിഗേറ്റ് ചെയ്യുന്ന സമയം. ആൻഡ് ഇതായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സെൽ സൈഡ് ലിക്വിഡിറ്റി എടുക്കണം, അതിന് ശേഷം റിവേഴ്സൽ. പ്രൈസ് എന്ത് ചെയ്തു, ആ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തു. സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലൊരു ബ്രേക്കർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഓക്കെ, സോ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു, നമുക്കൊരു ബ്രേക്കർ ഫോർമേഷൻ കിട്ടി. ആൻഡ് ഞാനൊരു ബുള്ളിഷ് ക്യാൻഡിലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ക്ലോസിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ഓക്കെ, ഇവിടെ വെച്ചിട്ട് എനിക്ക് ആ ഒരു ബുള്ളിഷ് ക്ലോസ് കിട്ടി. ഇവിടെ വെച്ചിട്ട് ഞാൻ ആ ഒരു എൻട്രി എടുത്തു. ആൻഡ് ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയ എത്തിയപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10-11 പിപ്സ് കയറിയപ്പോൾ ഞാൻ പാർഷ്യൽസ് ബുക്ക് ചെയ്തു. ആൻഡ് അതിന് ശേഷം ഇവിടെ വെച്ചിട്ട് ഞാനൊരു ഫുൾ ടി പി അല്ല, ഒരു ജസ്റ്റ് ഒരു സ്മോൾ പോർഷൻ, ഒരു 10% ഞാൻ റൺ ചെയ്യാൻ വിട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു ട്രേഡിൻ്റെ എക്സിക്യൂഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നലെ ന്യൂയോർക്ക് സെഷൻ്റെ അകത്ത്, ന്യൂയോർക്ക് AM സെഷൻ്റെ അകത്ത് മാക്രോയിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ട്രേഡ്. സോ ഇതുപോലുള്ള ട്രേഡ് ബ്രേക്ക് ഡൗൺസിന് വേണ്ടിയിട്ട് ചാനൽ ഫോളോ ചെയ്യുക. ഓക്കെ.